തേജസ്വി യാദവിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഗുരുതരമായിട്ടുള്ള മറ്റ് ചില അലിഗേഷൻസ് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു ഇലക്ഷൻ നടക്കുമ്പം അങ്ങോട്ടുള്ള പോലീസ് സേനനെ വിന്യസിക്കില്ലേ, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ കൂടുതലും പോലീസ് സേനനെ ഇങ്ങനെ ഇലക്ഷൻ നടക്കുമ്പോൾ വിന്യസിക്കാറ്. അങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലീസ് സേന വിന്യസിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ആയിരുന്നു ഈ പോലീസ് സേനയെ വിന്യസിച്ചത്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് തേജസ്വി യാദവ് ഇന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി അയച്ച 208 പോലീസ് കമ്പനികൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണ്. അതായത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള ബംഗാൾ, ജാർഖണ്ഡ്, പിന്നെ നമ്മുടെ എന്താ പറയുക ഇന്ത്യ മുന്നണി ഭരിക്കുന്ന കർണാടകയാണെങ്കിൽ കർണാടക, അതല്ലെങ്കിൽ കേരളം എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഒരു പോലീസ് കമ്പനികൾ പോലും വിളിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാവുക. സാധാരണ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കമ്പനികളെ സെലക്ട് ചെയ്യാറ്. പക്ഷെ എന്തുകൊണ്ട് ഈ സ്ഥലങ്ങൾ, അതായത് ആകെ ഇവർ വിളിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ UP നിന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് ഇങ്ങോട്ടുള്ള പോലീസ് സേനകളെ വിളിച്ചിട്ടുള്ളത്. അതിനൊരു കാര്യം വ്യക്തമാണ്, ഈ വരുന്ന ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി BJPയുടെ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കേണ്ടത് എന്നുള്ളതാണ് തേജസ്വി ഇന്ന് ആ ഒരു പത്രസമ്മേളനത്തിൽ ഗുരുതരമായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം. 208 कंपनियां भाजपा शासित राज्यों से उनकी पुलिस आई है। पहले बिहार विधानसभा चुनाव 2025 में सुरक्षा और निगरानी की व्यवस्था के लिए ये गंभीर सवाल जो है खड़ा हुआ है। ये गंभीर सवाल खड़ा हुआ है। बंगाल, कर्नाटका, तमिलनाडु से क्यों नहीं मंगाए भाई? झारखंड बगल में है, UP का आ रहा है, मध्य प्रदेश का आ रहा है, झारखंड अब बंगाल का क्यों नहीं आ रहा? दोनों बॉर्डर के इलाके में है। तो मेघालय अब त्रिपुरा से आ रहा है, नागालैंड से आ रहा है, लेकिन झारखंड, बंगाल और आपका तमिलनाडु, कर्नाटका जैसे राज्यों से क्यों नहीं आ रहा? केरला से क्यों नहीं आ रहा? देख लीजिए, अमित शाह जी आए इसीलिए ना। डेरा काहे जमाए हुए हैं गृह मंत्री? देश में थोड़ी और कोई काम है? जहां चुनाव है वहां बेईमानी वाला काम है। पूरा धन, बल, छल, कपट सब लगा रहे, कोई चीज का कभी नहीं छोड़ रहे। लेकिन फिर भी ये अमित शाह बिहार को उपनिवेश बनाना चाहते हैं, बाहरी लोग कब्जा करना चाहते हैं, ബിഹാരി ഹോനെ नहीं देगा. ഇനി അത് മാത്രമല്ല, ഇവിടേക്ക് വരുന്ന ഈ ഇലക്ഷൻ ഉദ്യോഗസ്ഥേഴ്സ് ഉണ്ട്, IAS ഉദ്യോഗസ്ഥന്മാരും കളക്ടേഴ്സും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ വരും. അങ്ങനെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ വന്ന 70% ഒന്നുകിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്ര ഭരണമുള്ള സ്ഥലങ്ങളിൽ നിന്നും മാത്രമാണ്. എങ്കിലേ BJP സർക്കാരിന് നിർദ്ദേശം കൊടുത്ത് ഇവരെ ഏത് രീതിയിൽ അട്ടിമറിക്കേണ്ട സ്ഥലത്ത് അട്ടിമറിക്കണോ, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ മറ്റുള്ള രീതിയിലുള്ള മാനിപ്പുലേഷൻ ചെയ്യണോ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ BJP സർക്കാരിൻ്റെ കൂടി സെലക്ട് ചെയ്തത്. ഇതും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ. പിന്നെ മറ്റൊരു അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് 4 ദിവസമായിട്ടും ഇവിടെ ഉണ്ടായിട്ടുള്ള ഹയർ പോളിംഗിലെ 66% എന്ന് പറഞ്ഞ പോളിംഗിലോട്ട് വന്ന വോട്ടിൻ്റെ അനുപാതകം, ആൺ പെൺ അനുപാതകം ഇലക്ഷൻ കമ്മീഷൻ പുറത്തു വിടണം എന്നാണ് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ടേംസ്. പക്ഷേ ഇതുവരെ അത് പുറത്തു വിട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ് അത് പുറത്തു വിടാത്തത്? അതിലെന്തോ ഒരു ദുരൂഹത ഉണ്ട്. കാരണം ഇത്രയും പോളിംഗ് ഹയറിലോട്ട് വന്ന സ്ഥിതിക്ക് അതിൽ തന്നെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പോൾ ചെയ്യുന്നത് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡാറ്റ എന്തുകൊണ്ടാണ് പുറത്തോട്ട് വിടാത്തത്? അപ്പോൾ ആ ഡാറ്റ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ ഇനി എന്ത് മാനിപ്പുലേഷൻ ആണ് इलेक्शन कमीशन ചെയ്യാനുള്ളത് എന്നാണ് മറ്റൊരു അലിഗേഷൻ. 11 को अगर वोटिंग है और 14 को रिजल्ट है तो आपको 14 तक पता ही नहीं चलेगा कि कितने पुरुष और महिलाओं ने वोटिंग की. दिस इज अ जोक. कितना टेक्नोलॉजी का जमाना है, AI का जमाना है. ये बताओ, अमित शाह और मोदी जी के राज में इलेक्शन कमीशन ठप हो गया है. अरे भाई, इतना तो पहले के जमाने में उसी दिन उसी वक्त मैनुअली लोग निकाल करके दे देता था कि इतना प्रतिशत जो है पुरुषों ने मतदान किया, इतनी प्रतिशत जो है महिलाओं ने मतदान किया
और ये उम्र के लोगों ने इतना इतना मतदान किया। आप मीडिया के लोग यहाँ हैं, विद्वान लोग हो, जरा बताइए आप लोगों को जानकारी में है क्या ये? कहीं भी ऑफिशियली ये बात आई है? वेयर इज इलेक्शन कमीशन? मतलब भाजपा जितना पाप करेगा सब पे पर्दा इलेक्शन कमीशन डालेगा। भाजपा पाप करता रहे, इलेक्शन कमीशन उसका पाप धोता रहे। इलेक्शन कमीशन टूल बन गया, लग रहा है मर गया है। ये तो सिंपल सी बात है भाई। विदेशों में कितना देश का नाम बदनाम करेंगे। विदेशी पत्रकार भी अगर पूछेंगे भाई कितना रेशियो है, 4 दिन हो गया चुनाव को, अब तक नहीं आया, तो देश का तो मजाक उड़वा रहे हैं ये लोग। വോട്ടിങ്ങിന്റെ ആൺപെൺ അനുപാതത്തിലെ ഡിഫറൻസ് കാരണം ഇപ്രാവശ്യം അവിടെ നിതീഷ് കുമാർ എക്സ്ട്രാ കാശ് കൊടുത്ത് അവിടുത്തെ സ്ത്രീജനങ്ങൾക്ക് ഒരു കോടിയിൽ മേലിൽ വരുന്ന സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ചിട്ട് അക്കൗണ്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ട് എന്ത് മാനിപ്പുലേഷനാണ് ഇനി ഇത് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അത് കറക്റ്റ് ഡാറ്റ എന്തുകൊണ്ട് ആണുങ്ങൾ ഇത്ര വോട്ട് ചെയ്തു, പെണ്ണുങ്ങൾ ഇത്ര വോട്ട് ചെയ്തു 4 ദിവസം കഴിഞ്ഞിട്ടും പുറത്തു വിടാത്തതെന്നാണ് തേജസ്വി എന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. ഇതിനൊന്നും ഇലക്ഷൻ കമ്മീഷന് പ്രത്യേകിച്ച് ഒരു ഉത്തരവും പുറത്തോട്ട് കൊടുക്കാനുണ്ടായിട്ടില്ല. लोग डरे हुए, सत्ता में बैठे लोग घबराए हुए। कल हमने एक वीडियो भी जारी किया था, आप लोगों ने देखा होगा कि भाई केंद्र मंत्री गृह मंत्री को कोई काम नहीं है। पटना में लगातार कई दिनों से डेरा बनाए हुए हैं। कई बड़े बड़े अधिकारियों को बुलाया गया है, निर्देश दिए गए हैं, अपने रेंज का देखना है उनको, कहाँ डिस्टर्ब करना है, किन किन व्यक्तियों को चुनाव से पहले उठाना है। मतलब सीएम हाउस से भी एक आध रिटायर्ड अधिकारियों द्वारा लगातार फोन जा रहा है बड़े बड़े जिला के अधिकारियों को, रेंज वाले जितने अधिकारी हैं बुलाया जा रहा है, निर्देश दिया जा रहा है। तो ये बौखलाहट बताती है कि ये लोग जाने वाले हैं। हम लोगों की पैनी नज़र है, जनता एक पांव पे खड़ी है। हम तो चाहेंगे कि जितने अधिकारी, सूचना हमको उन्हीं अधिकारियों से मिली है जिनको ये निर्देश दिए गए, तो हम तो कहना चाहते हैं भाई जनता एक पांव पे खड़ी है। संविधान का जिन लोगों ने शपथ लिया है न्यायपूर्ण काम करें, दबाव में ना करें, वरना इस बार जनता जो है मुंह तोड़ जवाब देगी। सब लोगों की नज़र है अधिकारियों पर, प्रशासन पर। പിന്നെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അമിത്ഷാ 3-4 ദിവസങ്ങളായിട്ട് തന്നെ പാറ്റ്നയിൽ തമ്പടിച്ചിരിക്കുകയാണ്. താമസിക്കുന്ന സ്ഥലത്ത് CCTV കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടേക്ക് വരുന്ന ഉദ്യോഗസ്ഥരാര് ഈ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ട് എത്തിച്ചിട്ടുള്ള IAS IPS ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്, മറ്റ് എന്താ പറയുക പോലീസ് മേധാവികൾ അവിടെ വരുന്നുണ്ട്, പിന്നെ മറ്റ് പാർട്ടി നേതാക്കളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെ രീതിയിലാണ് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ വന്ന് പോകുന്നുണ്ട്. ഇവരാരെയും ക്യാപ്ചർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ഡാറ്റയും പുറത്തോട്ട് വിടാണ്ട്, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ആൻസറും തരാണ്ട് ഈ ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഇന്ന് തേജസ്വി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പല സ്ഥലങ്ങളിലും CCTV വരെ ക്ലോസ് ചെയ്യുന്ന സമയം നമ്മൾ കണ്ടു, CCTV ഓഫായി പോകുന്നു. പിന്നെന്താ പറയുക, അങ്ങനത്തെ ഒരുപാട് അലിഗേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പോലീസിനോടും ഇലക്ഷൻ കമ്മീഷനോടും ഇത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു രീതിയിലുള്ള മറുപടിയും ഈ പറഞ്ഞ ജ്ഞാനേഷ് കുമാറിൻ്റെ ടീമിൻ്റെ സൈഡിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളത് പല ന്യൂസുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല വെച്ചാൽ പരാതി കൊടുത്തിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്, ഇതെന്ത് നടക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള മറുപടി ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈഡിൽ നിന്നോ അതല്ലെങ്കിൽ പോലീസിൻ്റെ സൈഡിൽ നിന്നോ ഒരു സൈഡിൽ നിന്നും വരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ സത്യം. एक अजीब बात हमने देखी, इसी होटल में देखी। जब गृह मंत्री इस होटल में आते हैं तो लिफ्ट के CCTV के ऊपर कागज चिपका दिया जाता है। तो हमें नहीं समझ में आया कि गृह मंत्री यहां किससे मिलने आ रहे हैं, किसका मुंह छिपाया जा रहा है, किससे डर डर के छिप छिप कर मिलना पड़ रहा है। क्या वो अधिकारी हैं, कौन है? इसका जवाब हम उम्मीद करते हैं गृह मंत्री देंगे। चलिए आप ट्रैफिक रोक देते हो, लिफ्ट्स रोक देते हो, रास्ते बंद कर देते हो, सब मंजूर है। CCTV कैमरा के ऊपर कागज क्यों होटल वालों को मजबूर करके लगाया जाता है, ये हम जानना चाहते हैं। किससे मिल रहे हैं गृह मंत्री? इस देश के गृह मंत्री ये छिप छिप कर मीटिंग्स क्यों कर रहे हैं? अधिकारी अब आपसे नहीं डरते, गृह मंत्री जी को ये समझ लेना चाहिए।
तो अधिकारी अगर आपसे मिल भी रहे हैं, हमारी जानकारी में रहता है, वो अधिकारी हमें भी बता देते हैं कि साहब गृह मंत्री ने बुलाया, धमकाया, हड़काया, जो भी किया हमें बता देते हैं। सीसीटीवी के ऊपर जो कि सुरक्षा के साथ इस होटल में और लोग भी रह रहे हैं, उन सब की सुरक्षा के साथ भी खिलवाड़ है। कि आप सब साथी अगली बार गृह मंत्री मुखातिब हो आपसे तो पूछिएगा कि आप ऐसे कौन सी मीटिंग्स करते हो जो आपको छिप छिप कर करनी पड़ती है, खुलकर क्यों नहीं करते मीटिंग्स, किससे डरते? പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പല ആളുകളും ഡൽഹിയിലും ഇപ്പോൾ ഈ ബീഹാറിലും കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അടുത്ത് ഇരട്ട വോട്ട് ചെയ്ത ആളുകളുടെ ഒരുപാട് ഡീറ്റെയിൽസ് പുറത്തോട്ട് വിടുന്നുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൻ്റെ അടുത്തോട്ട് പോലും മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ പോലീസുകാർക്കോ ആർക്കും പ്രവർത്തകർക്കോ പോകാൻ പറ്റാത്ത രീതിയിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ലോക്ക്ഡാണ്. അടുത്തോട്ടൊന്നും പോകാൻ ഒരു രീതിയിൽ ഒരാളെ പോലും അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. അവർ മൗനമായിട്ട് അകത്തിരിക്കുകയാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയെങ്കിലും ഇലക്ഷൻ കഴിയണം, റിസൾട്ട് വരണം, റിസൾട്ട് വന്ന് ഒരു അധികാരത്തിലേറി കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം ഒരു രീതിയിലുള്ള ഒരു സ്റ്റേജ് മുന്നോട്ട് വെക്കാത്തതും മിണ്ടാണ്ടിരിക്കുന്നതെന്നാണ് ഇന്ന് ഈ ഒരു പത്രസമ്മേളനത്തിൽ തേജസ്വി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അത് മാത്രമല്ല, മറ്റ് ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് പറയുന്ന ആളുകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കും. ആ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് പേടിച്ചിട്ട് പല ആളുകളും പല കാര്യങ്ങളും പുറത്തോട്ട് പറയുന്നുമില്ല. അതും ഈ വീഡിയോയുടെ ഒരു ഭാഗമായിട്ട് തന്നെ തേജസ്വി പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സംസ്ഥാനത്തും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏത് തെരഞ്ഞെടുപ്പും അട്ടിമറിക്കാൻ ഉള്ള ഒരു സംവിധാനത്തിലോട്ട് അവിടുത്തെ ഈ NDA സർക്കാരും അതല്ലെങ്കിൽ ആ NDA സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഇലക്ഷൻ കമ്മീഷനും മറ്റ് പോലീസ്, IPS, IAS ഈ പറഞ്ഞ എല്ലാ സപ്പോർട്ടും ED, NIA സപ്പോർട്ടുകളും വെച്ചിട്ടാണ് ഇവർ നമ്മുടെ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് ആ ഒരു പത്രസമ്മേളനം സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം ഈ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട് ഇത്രയും അലിഗേഷൻസും ഇത്രയും കാര്യങ്ങളും പച്ചക്ക് പുറത്തു വന്നിട്ട് പോലും ആർക്കും ഒരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഒരു നടപടി എടുക്കാനില്ല. ബാക്കി ജനം വെറുതെ കഴുതയായിട്ട് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് ഈ ഒരു സർക്കാർ എത്തിച്ചു തന്നിട്ടുണ്ട്. വല്ലാത്തൊരു കഷ്ടമല്ലേ.